ഹായ് ഗൈസ്, വെൽക്കം ടു ഷോർട്ട് സ്റ്റോറി സീരീസ് പാർട്ട് 1. അപ്പൊ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു റിയൽ ലൈഫ് സ്റ്റോറിയാണ്. ഞാൻ എന്റെ 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞിട്ട് ഐ ടുക്ക് ഹ്യൂമാനിറ്റീസ് ആസ് മൈ സ്ട്രീം. ഇപ്പൊ ഞാൻ എക്കണോമിക്സിൽ ഒരു ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് യെസ്റ്റർഡേ ഐ മെറ്റ് വിത്ത് എ ടീച്ചർ. ആ ടീച്ചർ എന്നെ പണ്ട് സ്കൂളിൽ പഠിപ്പിച്ചിട്ടുള്ള ടീച്ചറാണ്. അപ്പോൾ ടീച്ചർ എന്നോട് ചോദിച്ചു, ഇപ്പൊ എന്താണ് പഠിക്കുന്നത്, എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ എക്കണോമിക്സിൽ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഷി വാസ് ലൈക്ക്, വൈ ടു ട്രൈ സംതിങ് എൽസ് ലൈക്ക് എഞ്ചിനീയറിംഗ് ഓർ മെഡിസിൻ എന്നോട് ചോദിച്ചു. എനിക്കിതൊരു പൊതുവെയുള്ള കാര്യമല്ല, കാരണം ഞാൻ 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞ് +1 ഹ്യൂമാനിറ്റീസ് എടുത്തപ്പോഴേ എന്നോട് ഒരുപാട് പേര് ചോദിച്ചതാണ്, ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്, എന്തിനാണ് ഹ്യൂമാനിറ്റീസ് എടുത്തത്, ഹ്യൂമാനിറ്റീസ് സബ്ജക്ട്സ് എന്തിനാണ് എടുക്കുന്നത് എന്നിങ്ങനെ എന്നോട് ചോദിച്ചു. അപ്പൊ ഈ ടീച്ചർ എന്നോട് ചോദിച്ചത് എന്തുകൊണ്ട് വേറൊന്നും ട്രൈ ചെയ്തില്ല എന്നാണ്. കാരണം അവരുടെ കണ്ണില് ഹ്യൂമാനിറ്റീസ് സബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ സയൻസ് ട്രൈ ചെയ്തിട്ട് കിട്ടാതെ വരുമ്പോൾ നമ്മൾ എടുക്കുന്നതാണ് ഹ്യൂമാനിറ്റീസ്. അപ്പൊ ഞാൻ ഇവിടെ ഒരിക്കലും ആ ടീച്ചറിനെ കുറ്റം പറയുന്നില്ല, കാരണം നമ്മുടെ സൊസൈറ്റിയുടെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. കാരണം ഹ്യൂമാനിറ്റീസ് സബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ എന്തോ വേണ്ടാത്ത അല്ലെങ്കിൽ മാർക്ക് കുറവ് കിട്ടുന്നവർ മാത്രം എടുക്കുന്ന സബ്ജക്ട് എന്നാണ്, അങ്ങനെയാണ് പൊതുവെ പറഞ്ഞു കേട്ടിട്ടുള്ളതും. എന്റെ ഒരു ഒപ്പീനിയൻ അനുസരിച്ച് നമ്മൾ ഒരിക്കലും മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ടൊന്നും ചെയ്യാതിരിക്കുക. എന്താണ് നമുക്ക് ഇഷ്ടം അത് തന്നെ ചെയ്യുക. ഇപ്പൊ എനിക്ക് ഹ്യൂമാനിറ്റി സബ്ജക്ട്സ് ആയിരുന്നു പേഴ്സണലി ഇഷ്ടം. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങളും ചെയ്യുക. അല്ലാതെ മറ്റുള്ളവർ നമ്മളെ കുറിച്ച് എന്ത് പറയും, സൊസൈറ്റി നമ്മളെ എങ്ങനെ വിലയിരുത്തും എന്നുള്ളത് വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ഒരിക്കലും ചെയ്യാതിരിക്കരുത്. അപ്പൊ ഇത്രേ ഉള്ളൂ കഥ. ഇതുപോലത്തെ അനുഭവങ്ങൾ നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഡു ലെറ്റ് മീ നോ ഇൻ ദ കോമന്റ് സെക്ഷൻ. അപ്പൊ ഓക്കെ, ബൈ ഗൈസ്.